എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഈ ചിങ്ങമാസം മുതൽ അടുത്ത 2027 കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം. പിന്നെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ചിങ്ങം മുതൽ അടുത്ത 2027 കർക്കിടകം വരെ. Page of Cups, 10 of Pentacles, High Priestess, Fool Energy, 4 of Cups, 5 of Wands. ആദ്യം തന്നെ പേജ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രണയം, വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് ശുഭമായിട്ടുള്ളൊരു വർഷമാണ്. പ്രണയിക്കുന്നവർക്ക് വിവാഹ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ വിവാഹം നടക്കുന്ന, ഫൈനലി ഒത്തിരി കാത്തിരിപ്പിന് ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയിട്ട് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ജീവിതത്തിൽ എന്ത് തരത്തിലുള്ളൊരു ബന്ധങ്ങളാണ്, സൗഹൃദങ്ങളാണ് ആഗ്രഹിച്ചത്, അതുപോലുള്ള സൗഹൃദം ഫൈനലി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതായത് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്ത വഴക്കുകൾ, പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷനിർഭരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. വിവാഹശേഷം ഇപ്പോൾ ഒത്തിരി നാളുകളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത്രയും നാളുകളായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ പ്രാരബ്ധങ്ങളും പല കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് പലരും വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളായി കഴിയുമ്പോൾ പിന്നെ അച്ഛനും അമ്മയും മാത്രമായി മാറുന്നു. പലരും ബാഹ്യമായിട്ട് പലതും നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ റീൽസിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ വേറെ ബാഹ്യമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടിയിട്ട് പ്രണയമുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു അല്ലെങ്കിൽ കുടുംബമായിട്ടിരിക്കുന്നതും ഇതൊക്കെ വളരെ കുറഞ്ഞു വരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പിൾസ് തമ്മിൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫും ദമ്പതിമാർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടുതൽ സമയം അടുത്തിരുന്ന് ചിലവഴിക്കുന്ന അവരുടെ പ്രൈവറ്റ് മൊമെൻറ്റ്സ്, മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ വേറെ ആളുകൾ കാണുന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് മൊമെൻറ്റ്സ്, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറോ അല്ലെങ്കിൽ ഒരു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് ശേഷം എപ്പോഴും ഒരു ഫാമിലി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രണേതാക്കൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവർ അത് വീണ്ടും പുനർസൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു മുഹൂർത്തങ്ങളൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ലൈഫിൽ വീണ്ടും പ്രണയം തിരിച്ചു വന്നൊരു ഫീലിലേക്ക് വരുന്ന എനർജി ഉണ്ട്. അതേ ആ ഒരു എനർജി ഫാമിലി ലൈഫ് സംബന്ധിച്ച്. അതേസമയം തന്നെ 4 ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ചില ബന്ധങ്ങൾ എന്താ പറയുന്നത് ബാഹ്യമായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ വളരെ നല്ല ബന്ധങ്ങളായിട്ട് തോന്നും. എന്തെങ്കിലും ആവശ്യത്തിന് അവരെ കൂടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, ചില കാര്യങ്ങൾ. പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നൊരു വർഷം കൂടിയിട്ടാണ്. അതായത് പറയുന്ന സൗഹൃദങ്ങളായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളെന്ന് പറയുന്നതും അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളറിയാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എതിരായിട്ട് ചെയ്യുന്നതായിരിക്കാം, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾക്ക് എതിരായിട്ട് ചെയ്യുന്നതാവും. അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു ബന്ധത്തിന് ബാഹ്യമായിട്ട് കാണിക്കുമ്പോൾ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ പുറത്ത് കാണിക്കുമ്പോൾ വളരെ നല്ല വ്യക്തിത്വത്തിനുടമ എപ്പോഴും കൂടെ നിൽക്കുന്ന എന്നുള്ളൊരു ഫീലായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ചൊന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ എല്ലാം വെറും പ്രകടനങ്ങളാണ്, ഒരു ജെനുവിനിറ്റി ഇല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. അത് ശരിക്കും അവർ ശരിക്കും ഒരു ജെനുവിൻ ഫ്രണ്ട്ഷിപ്പാണോ എന്നുള്ളത്. അതല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നാലും അത് നിങ്ങൾ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത് വെറും തോന്നലായിരിക്കാം ചിലപ്പോൾ. മാത്രമല്ല അവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ സൗഹൃദം നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മളുടെ മനസ്സമാധാനമാണ് നഷ്ടപ്പെടുത്തുന്നത്.
എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറാവുന്നുള്ളൂ. കാരണം മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. അങ്ങനെയുള്ള സൗഹൃദങ്ങളുടെ ആവശ്യമില്ല. അത് സൗഹൃദമല്ല, അങ്ങനെ പുറത്ത് ഏച്ചുകെട്ടി ഇരിക്കുന്ന സൗഹൃദങ്ങളുടെ സൗഹൃദം എന്ന് പറയുന്ന ആ പേരിട്ട ആ ബന്ധത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് കൂടിയിട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഫൂൾ കാർഡാണ്. കൂടുതൽ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സമയമാണ്. ഇപ്പോൾ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ, കരിയറിലൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതിപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഇപ്പോൾ ജോലി വളരെ വർക്കഹോളിക്കായിരിക്കും, ജോലി എന്ന് മാത്രം ചിന്ത, അല്ലെങ്കിൽ സാമ്പത്തിക പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത, അതിൻ്റെ പുറകെ മാത്രം നടക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാറി ഫാമിലി ഓറിയൻറ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം കരിയറിൽ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതല്ല. കാരണം കരിയർ വൈസ് നല്ലൊരു സമയമാണ്. കരിയറിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ടും നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാക്കാൻ പറ്റുന്ന വർഷമാണ്. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം ഒരു ലിമിറ്റ് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ 9 to 5 ജോബ്, അപ്പോൾ 9 മണി തുടങ്ങി 5 മണി വരെ കറക്റ്റ് ആ ടൈമാണ് ജോലിക്ക് കൊടുത്തിരിക്കുന്നത്. അത് പ്രൊഫഷനാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആ സമയത്ത് അവിടെ ജോലി ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്കുള്ള ടൈമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എല്ലാത്തിനും സമയം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു, അല്ലെങ്കിൽ സൗഹൃദത്തിലും കുറച്ച് സമയം അവിടെയും കണ്ടെത്തുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വളരെ സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മുമ്പത്തേക്കാൾ കൂടുതൽ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്വയമുള്ള ഒരു കോൺഫിഡൻസ് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം നിങ്ങൾക്കുള്ള ആത്മവിശ്വാസക്കുറവായിരുന്നു പലതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ചില കഴിവുകൾ നിങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ ഒരു സെൽഫ് ഡൗട്ടാണ്, അത് മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കഴിവുണ്ട് എന്നുള്ളത് അത് ചെറിയ രീതിയിൽ പ്രകടിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ എഴുതുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടത്, ഇപ്പോൾ സ്കൂൾ കോളേജ് മാഗസീനിൽ ട്രൈ ചെയ്യുന്നു, അപ്പോൾ അത് പബ്ലിഷ് ചെയ്ത് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റാണ്. കാരണം അതായത് അത് നല്ലൊരു കാര്യമാണ് എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്തുവല്ലോ. അപ്പോൾ അത് നിങ്ങളും അപ്പോൾ അതൊരു ഉറപ്പാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ആ ഒരു ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ഉറപ്പ് കിട്ടുകയാണ്. കാരണം അത് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ തരക്കേടില്ല, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് സ്വയം വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു എനർജി. അതേപോലെ ഹൈ പ്രീസ്റ്റസ് ആൻഡ് 5 ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും ഒരു ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് എനർജി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ബോർഡം ലൈഫിൽ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നിരിക്കുന്നു. അതേപോലെ തന്നെയാണ് പ്രായമായിട്ടുള്ള ആളുകൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്നു എന്നുള്ളതിൽ നിന്ന് അത് കൂടാതെ നിങ്ങൾ ലൈഫിൽ കുറച്ചുകൂടി ആത്മീയതയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ലൈഫിനൊരു മിതത്വം വരുന്നുണ്ട്. അപ്പം നഷ്ടബോധങ്ങളോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻസ്, ബോർഡം, ദേഷ്യം, വാശി, സങ്കടങ്ങൾ, ഡിസപ്പോയിൻമെൻറ്റ്സ് എന്നൊക്കെ പുറത്ത് കിടക്കാനായിട്ട് ആ ഒരു ആത്മീയ കാര്യത്തിലേക്കുള്ള ചുവട് വയ്ക്കുമ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ തൽപരരാകുന്നതിലൂടെ നിങ്ങൾക്ക് അത് പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ച് മാത്രമല്ല, അല്ലാത്തവരും ആത്മീയ കാര്യങ്ങളിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ മാത്രം നോക്കുന്നു, അധികം പുറത്തുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പ്രായമായിട്ടുള്ളവരോ വീട്ടമ്മമാർ അവരിലാണ് കൂടുതൽ ഈ ഒരു എനർജി ഉള്ളത് കൊണ്ട് അവരിലേക്കാണ് കൂടുതൽ ആ ഒരു ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് പറയുന്നത്. അതേപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 5 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞൊരു സെൽഫ് കോൺഫിഡൻസ്. കാരണം ഒത്തിരി കോമ്പറ്റീഷനുള്ള ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് പേടിയാണ് അതിലേക്ക് പോകാൻ. കാരണം ഇത്ര ആൾക്കാരുണ്ട് നന്നായിട്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഹെവി കോമ്പറ്റീഷനുള്ള മേഖലയിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക. അത് വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ, ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മത്സര പരീക്ഷകളോ കാര്യങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ, അതിൽ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഒക്കെ ചെയ്താൽ നിങ്ങൾ മുന്നേറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ബാങ്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിനുമൊക്കെ ഒരു സാധ്യത ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകൾ നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ ജോലി സംബന്ധമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഉള്ള മേഖലകളിൽ നിൽക്കുന്നവർക്ക്
ഇത് വളരെ സാധ്യതകൾ നൽകുന്ന ഒരു സാഹചര്യമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.